തൃശൂർ അതിരപ്പള്ളി വാഴച്ചാലിൽ പനി ബാധിച്ച് മരിച്ചയാൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. വാഴച്ചാൽ ഉന്നതിയിലെ രാമനാണ് പനിക്ക് ചികിത്സയിലിരിക്കെ മരിച്ചത്. 42-കാരനായ രാമന് എങ്ങനെയാണ് പേവിഷബാധ ഏറ്റത് എന്നത് വ്യക്തമായിട്ടില്ല. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഈ ഉന്നതിയിലെ രാമന് പനിയാണ് എന്ന് പറഞ്ഞാണല്ലോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ പേവിഷബാധ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതെങ്ങനെയാണെന്ന ഒരു രൂപവും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തുടർച്ചയായ ദിവസങ്ങളിൽ പനി അനുഭവപ്പെട്ടതോടുകൂടിയാണ് ഈ വാഴച്ചാൽ ഉന്നതിയിലെ രാമനെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് 22-ാം തീയതി രാമൻ മരിക്കുന്നു. പിന്നീട് ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടത്തി. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് പിന്നീട് ഈ പേവിഷബാധ അടക്കം സ്ഥിരീകരിക്കുന്നതിലേക്ക് എത്തിച്ചത്. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഈ സാമ്പിൾ ശേഖരിച്ച് ആംബുലൻസ് മുഖാന്തരം തിരുവനന്തപുരത്ത് എത്തിച്ച് തിരുവനന്തപുരത്തെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്നിപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാഴച്ചാൽ ഉന്നതിയിലെ താമസക്കാരനാണ് ഈ രാമൻ. അതുകൊണ്ട് തന്നെ ഈ വനത്തിനകത്തടക്കം പോകുന്ന ആളാണ്. ഈ മേഖലയിൽ വലിയ രീതിയിൽ തെരുവുനായയും അതോടൊപ്പം തന്നെ ഈ വളർത്തുനായും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ തെരുവുനായയുടെ കൂട്ടം തന്നെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും സമയത്ത് ഈ തെരുവുനായയുടെ കടിയോ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കുരങ്ങിൽ നിന്നും ഈ പേ പടരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രണ്ട് സാധ്യതകളാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു ആദിവാസി മേഖലയാണ്, ട്രൈബൽ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായയുടെ കടിയേറ്റാൽ തന്നെ ഒരുപക്ഷെ ഇവർ വേണ്ടത്ര ചികിത്സ അടക്കം തേടാതിരുന്നതുമാകാം എന്നുള്ളതാണ് നിലവിൽ ഈ ഡോക്ടർമാർ അനുമാനിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ രാമനെ ചികിത്സിച്ച ഡോക്ടർമാരെ അടക്കം ഈ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പനി ബാധിച്ച് മരിച്ച ആൾക്കാണ് ഇപ്പോൾ ഈ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന ഗോപികൃഷ്ണൻ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാമന്റെ മരണം പേവിഷബാധ കൊണ്ടാണ് എന്ന് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷേ എവിടെ നിന്നാണ് ഈ പേവിഷബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നതാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.